ഗൈസ് അങ്ങനെ ഒഫീഷ്യലി വിന്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് കാനഡയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടന്റിന് ഇച്ചിരി ക്ഷാമമാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം നമുക്കെല്ലാം കണ്ടന്റ് ആണല്ലോ. ഇന്ന് ആക്ച്വലി ഗൈസ് ഞാനൊരു വീഡിയോ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ വീഡിയോ ആണ്. കാനഡയിൽ തന്നെ ഉള്ളതാണ്. പുള്ളി സ്കാർബ്രോയിൽ ഒരു ട്രക്ക് ഡ്രൈവറാണ്. പുള്ളിയുടെ ചാനലിൻ്റെ പേര് ഡ്രൈവർ അപ്പാപ്പൻ എന്നാണ്. പുള്ളി തൃശ്ശൂർക്കാരനാണ്. നല്ല ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളൊരു വീഡിയോ ചെയ്തു. പുള്ളി വീട് മേടിക്കാൻ പോയി പുള്ളി ഇങ്ങനെ പെട്ടുപോയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാം, പുള്ളിയുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി, ആ വീഡിയോ ഉണ്ട്. ഒരുപാട് പേർക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്കാം കേൾക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 2018 ഒരു വീട് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളി ഒരു വീട് പോയി കണ്ടു. പുള്ളിക്ക് പരിചയമില്ലാത്ത എങ്ങനെയോ പുള്ളി പരിചയപ്പെട്ടൊരു തമിഴിയൻ റിയലിറ്റർ ആയിരുന്നു പുള്ളി ഹെൽപ്പ് ചെയ്തത്. പുള്ളി അങ്ങനെ വലിയ എൻക്വയറീസ് ഒന്നും നടത്തിയില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു അപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. അപ്പാർട്ട്മെൻറ്റ് എന്തോ പോയി കണ്ടു. ആദ്യം പുള്ളിയുടെ വൈഫാണ് പോയി കണ്ടത്. വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയും പോയി കണ്ടു. പുള്ളിക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്റ്റിൽ പുള്ളി അപ്പോൾ ഒരു വീട് വാങ്ങിക്കാനുള്ളൊരു പ്ലാൻ അങ്ങ് ചെയ്തു. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് മേടിച്ചിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്യാം, എന്നിട്ട് ആ വീട് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ക്യാഷ് കൈ വരും. മനസ്സിലായില്ല. അപ്പം അങ്ങനെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ എനിവേസ് പുള്ളി അപ്പോൾ ആ റിയലിറ്റർ വരെ അങ്ങ് ഫോഴ്സ് ചെയ്തു വീട് മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട്. പുള്ളി അപ്പോൾ എന്താ ചെയ്തു, പുള്ളി ആ സമയത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്ന ടൈമാണ്. ഭയങ്കരമായിട്ട് ഇപ്പം നമ്മളൊരു വീട് പോയി കണ്ടു, നമ്മൾ 500,000 ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അത് 7 വരെയും വിറ്റ് പോകുന്ന ഒരു ടൈമായിരുന്നു. ലൈക്ക് നമ്മൾ 5-നായിരിക്കും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയി കണ്ട് നമ്മൾ 515 പറയും, അതിൻ്റെ പുറത്തൊരാൾ 6 പറയും. അപ്പോൾ അങ്ങനെ ബിഡ് ചെയ്ത് നല്ലൊരു എമൗണ്ടിന് വിറ്റ് പോകുന്ന ടൈമായിരുന്നു. അപ്പം അങ്ങനെ പുള്ളി 515 തോന്നുന്നത് ലിസ്റ്റ് ചെയ്തത്. ലാസ്റ്റിൽ അത് 575 പുള്ളി അത് ക്ലോസ് ചെയ്തു. അപ്പം റിയലിറ്റേഴ്സാണ് സംസാരിക്കുന്നത്. ഇവിടെ വീട് മേടിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെന്ന് നമുക്ക് സെല്ലറിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും നോക്കത്തില്ല. ഒരു റിയലിറ്റർ ആ വീട് ലിസ്റ്റ് ചെയ്യും. ഇപ്പം എനിക്കൊരു വീട് വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ റിയലിറ്റർ ആയിരിക്കും വീട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ബയറിൻ്റെ റിയലിറ്റർ എൻ്റെ റിയലിറ്ററിനെ കോൺടാക്ട് ചെയ്യില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നില്ല. അപ്പോൾ ആ റിയലിറ്റർ റിയലിറ്റർ ഇവർ 575 ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ലൈക്ക് ഒരു എഗ്രിമെൻറ്റ് ഒരു എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടെ നമ്മളൊരു ഇത് കൊടുക്കണം, ഒരു ടോക്കൺ കൊടുക്കണം. അപ്പോൾ അങ്ങനെ $20,000 പുള്ളി ടോക്കൺ കൊടുത്തു. ഫൈനലി ഈ വീട് പുള്ളി മാർക്കറ്റ് സ്റ്റഡി ഒന്നും നടത്താതെ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്ന് അഫ്കോഴ്സ് നമ്മൾ മോർഗേജ് ഇട്ടായിരിക്കുമല്ലോ വീട് എടുക്കുന്നത്. മോർഗേജ് എന്ന് പറഞ്ഞാൽ ലോൺ ഇട്ടാണ് വീട് എടുക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഒരാൾ ഈ വീട് വന്ന് നോക്കും, അസസ് ചെയ്യും. ഈ വീട് ഇപ്പോൾ 575 വർത്താണെന്ന് നോക്കും. പിന്നെ നമ്മുടെ ഇൻകം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 575 വർത്താണെന്നോ നോക്കും. അങ്ങനെ വന്നപ്പോൾ ബാങ്ക് വന്ന് അസസ് ചെയ്തപ്പോൾ ഈ വീട് 450 പോലും ഇല്ല. അപ്പോൾ പുള്ളിക്ക് ഈ വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ ഒരു $100,000 കൂടെ ഡൗൺ ഇടണം. അതിപ്പോൾ പുള്ളി പിന്നെയും ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് പൈസ ഇടുകയാണ്. അങ്ങനെ പുള്ളി ഇതിനകത്ത് നിന്ന് ഇതങ്ങ് വിഡ്രോ ചെയ്യുമ്പോൾ പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പുള്ളി ഇതിനകത്ത് നിന്ന് ബാക്കൗട്ടായി. ബാക്കൗട്ട് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആദ്യം ഇട്ട ടോക്കൺ എമൗണ്ട് $20,000 പുള്ളിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് പുള്ളി പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. പുള്ളി എനിക്ക് മനസ്സിലായിടത്തോളം ആ റിയലിറ്റർ നല്ല രീതിയിലും കളിച്ചു. അങ്ങനെ പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് നഷ്ടമായി. പുള്ളിക്ക് ഇതിൻ്റെ പുറകെ ഒത്തിരി ഓടേണ്ടി വന്നു. ഈ 20,000 അല്ലാതെ അതിൻ്റെ പുറത്ത് പിന്നെയും എന്തോ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി പെട്ടുപോയത്. അപ്പോൾ ഇവിടെ ഒരു വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. ഇവിടെ ആണെങ്കിലും ഒരു ഡ്രീമാണ്. അപ്പോൾ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് എവിടെയാണ് വീട് മേടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ജോലിക്ക് അടുത്തായിരിക്കണമല്ലോ എല്ലാവർക്കും വീട് വേണ്ടത്. പിന്നെ അഫ്കോഴ്സ് സ്കൂൾസ് ഇതെല്ലാം നോക്കി പിള്ളേരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും എല്ലാവരും വീട് മേടിക്കുന്നത്. അപ്പോൾ അത് നോക്കി മേടിക്കുക. പിന്നെ എവിടെയാണ് വീട് മേടിക്കുന്നത് എന്നുള്ളതിന് നല്ല രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ഇപ്പം ഞാനിപ്പോൾ ഒരു വീട് മേടിക്കുക, എനിക്കിപ്പോൾ എൻ്റെ വാൻകൂവറിലാണ് എനിക്ക് വീട് മേടിക്കണമെങ്കിൽ വാൻകൂവറിൻ്റെ പൊട്ടൻഷ്യൽ നോക്കുക. ലൈക്ക് ഇവിടെ വീട് ഇപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒരു 500,000 ഒരു വീട് മേടിച്ചാൽ ഇതെനിക്ക് 500,000 വർത്താണോ, ഇവിടെ അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ ഇതേ വീടുകൾ എത്രയാണ് വിറ്റ് പോയത് എന്നൊക്കെയുള്ളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തുക. ഇതിനകത്ത് ഫസ്റ്റ് തിങ് പുള്ളി വിട്ടുപോയാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഒരു വീട് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജ് പ്രീ അപ്രൂവൽ. ഇപ്പോൾ എൻ്റെ ഇൻകം ബേസ്ഡ് ഓൺ മൈ ഇൻകം എനിക്ക് എത്ര ബാങ്ക് ലോൺ തരും എന്നുള്ളത് നമ്മൾ ആദ്യം
ബാങ്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒരു പ്രീ അപ്രൂവൽ എടുക്കണം. അപ്പോൾ ബാങ്ക് പറയും ഓക്കെ ബേസ്ഡ് ഓൺ യുവർ ഇൻകം യു വിൽ ബി ഗെറ്റിംഗ് ദിസ് മച്ച്, ലൈക്ക് മേ ബി അത് $1,000,000 ആയിരിക്കാം, അല്ലെങ്കിൽ $700 ആയിരിക്കാം, $500,000 ആയിരിക്കാം. എന്നിട്ട് നമുക്ക് പ്രീ അപ്രൂവൽ ഉള്ള എമൗണ്ടിനനുസരിച്ചുള്ള വീട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിലും കൂടുതൽ വിലയുള്ള വീടുകൾ നോക്കുക, നമുക്കത് അപ്രൂവ് ആകത്തില്ല, പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ പ്രീ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് മാർക്കറ്റ് സ്റ്റഡി. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീട് മേടിക്കുന്നുണ്ട്, ഏത് ഏരിയയിലാണ് നമ്മൾ വീട് മേടിക്കുന്നത്, ആ ഏരിയയെ പറ്റി പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കുക. പല തരത്തിലുള്ള വീടുകളുണ്ട്. നമ്മുടെ നാട്ടിലെപ്പോഴുള്ള ഒരു ഫുൾ വീടിന് ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറയും, പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കോണ്ടോസ് ഉണ്ട്, ടൗൺ ഹൗസസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോരോ തരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സമയം മനസ്സിലായില്ലേ? ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ഹൗസാണ് എപ്പോഴും നല്ലത്, പക്ഷേ ഡിറ്റാച്ച്ഡ് ഹൗസിന് നല്ല വിലയാവും, നല്ല പൈസയാവും. അപ്പോൾ അത് അഫോർഡ് ചെയ്യാനൊക്കാത്തൊരു കോണ്ടോയിലെടുക്കും, ടൗൺ ഹൗസസ് എടുക്കും, ടൗൺ ഹൗസസ് അഫോർഡ് ചെയ്യാനൊക്കാത്തവർ കോണ്ടോസ് എടുക്കും. അപ്പോൾ ഓരോരുത്തരുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റി വാങ്ങാം. അപ്പോൾ ഈ പുള്ളി അപ്പോൾ അങ്ങനെ ചെയ്യുക, അങ്ങനെ പ്രോപ്പറായിട്ടൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ചെയ്യുക. ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ഹൗസിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റെൻ്റൽ യൂണിറ്റ് ഉണ്ടാക്കാം, നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ ടൗൺ ഹൗസസ് കോണ്ടോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്ട്രാറ്റ ഉണ്ട്, ഒരു കമ്പനി ആയിരിക്കും ഇത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് മന്ത്ലി സ്ട്രാറ്റ ഫീ എന്ന് പറഞ്ഞൊരു ഫീ നമ്മൾ കൊടുക്കണം. അത് അവരെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീ ആണ്. ലൈക്ക് നമ്മുടെ ഡിറ്റാച്ച്ഡ് ഹൗസ് ആകുന്ന സ്നോ റിമൂവൽ, ഗ്രാസ് കട്ടിങ്, ഫുൾ മെയിൻ്റനൻസ് നമ്മൾ തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷേ ഇങ്ങനെ വരുന്ന കോണ്ടോസ്, ടൗൺ ഹൗസസ് എന്നൊക്കെ പറയുന്നത് ആ സ്ട്രാറ്റ കമ്പനി, ആ ഒരു ബിൽഡിംഗ് മാനേജ് ചെയ്യുന്ന ആ കമ്പനി അവരത് ചെയ്തോളും. അപ്പോൾ അതിനുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു ഓരോ മീനിലേക്ക് എന്താ പറയുന്നത് ഏരിയയിൽ അത് ഡിഫറെൻ്റ് ആണ്. ചിലത് 300 ആയിരിക്കാം, 500 ആയിരിക്കാം, $1,000 വരെയും പോവാം ആ മെയിൻ്റനൻസിന്. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞത് മോർഗേജ് പ്രീ അപ്രൂവൽ എടുക്കുക, മാർക്കറ്റ് സ്റ്റഡി പ്രോപ്പറായിട്ട് നടത്തുക, ഫൈൻഡ് എ റിയലേറ്റർ. നമ്മൾ പ്രോപ്പറായിട്ട് ഒരുപാട് റിയലേറ്റേഴ്സ് ഉണ്ട് ഇവിടെ, പല റിയലേറ്റേഴ്സിനോട് സംസാരിക്കുക. എന്നിട്ട് അങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനൊക്കുന്ന റിയലേറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ റിയലേറ്റർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഏത് ഏരിയ മേടിക്കാം, എങ്ങനെ വാങ്ങാം. പിന്നെ ഈവൻ മോർഗേജിനൊക്കെ ഇവർക്കൊക്കെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട് ഈ മോർഗേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യുക. പിന്നെ ലൊക്കേഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി, നമ്മുടെ ലൈക്ക് പിള്ളേരുടെ പഠിത്തം ഇതെല്ലാം നോക്കി അതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നോക്കി എടുക്കുക. പിന്നെ ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ വാൻകൂവറിൻ്റെ ഈ ലൈക്ക് പ്രൈം ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യും, ഒരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യും, എന്നെപ്പോലുള്ളവർക്കൊന്നും അഫോർഡ് ചെയ്യാനൊക്കാത്ത സ്ഥലമാണ് ഈ വാൻകൂവർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറി വാങ്ങണം. ഇവിടുന്ന് വേണേൽ ഒരു 100 കിലോമീറ്റർ അപ്പുറം വേണേൽ വാങ്ങാം. പക്ഷെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വാൻകൂവർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരണം. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ ഇവിടെ വാൻകൂവറിലായിരിക്കും, ഹോസ്പിറ്റൽസ്, അങ്ങനത്തെയുള്ള പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ യാത്ര ഒരു ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു വീട് വേണമെങ്കിൽ നമ്മൾ ഒരു രീതിയിൽ അല്ലെ വേറൊരു രീതിയിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്താലേ ഒക്കത്തുള്ളൂ. എല്ലാം കൂടെ ഒത്തു വരത്തില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ചെയ്തൊരു വലിയ ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വീട് കണ്ടു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റിൽ ഈ റിയൽറ്റർ ഇവരെയും കൊണ്ട് ഈ വീട് അങ്ങ് ഫൈനലൈസ് ചെയ്യിപ്പിച്ചു. നമുക്കൊരു വീട് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം. അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ വെക്കാം, സബ്ജക്റ്റ് വെക്കാം. നമുക്ക് ഓക്കെ എനിക്ക് പ്രീ അപ്രൂവൽ ഇല്ല, പക്ഷേ ഞാനിത് ഓഫർ ചെയ്യാൻ തരുവാണ്. എൻ്റെ ബാങ്ക് വന്ന് ഈ പ്രോപ്പർട്ടി കണ്ട് ബാങ്ക് അസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എനിക്ക് ഇത്രയും അപ്രൂവ് ആകുമെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ എന്നുള്ളൊരു ഓഫർ നമുക്ക് വെക്കാം. ഒരു സബ്ജക്റ്റ് നമുക്ക് വെക്കാം. ഈ സബ്ജക്റ്റ് ആ പുള്ളി വെച്ചിട്ടില്ല, അത് ആ റിയലേറ്റർ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെയാണ് പുള്ളി പെട്ടുപോയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർക്ക് എന്തുവായാലും സബ്ജക്റ്റ് വെക്കാം, സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ളൊരു ഓഫർ കൊടുക്കാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് അങ്ങനെയാണ് ഈ പുള്ളിക്ക് ഈ പൈസ കയ്യിൽ നിന്ന് നഷ്ടമായത്. ബിക്കോസ് ബാങ്ക് വന്ന് അസസ് ചെയ്തപ്പോൾ ഈ വീടിന് അത്രയും വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ബാക്ക് ഔട്ട് ആയതും ഈ കയ്യിൽ നിന്നുള്ള പൈസ പോയതും. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് പുള്ളി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സബ്ജക്റ്റ് നമുക്ക് നോക്കാം. ഇതൊന്ന് മോർഗേജ് പ്രീ അപ്രൂവലാണ് മെയിൻ സബ്ജക്റ്റ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താം. അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെയുള്ള കമ്പനീസിനെ ഹയർ ചെയ്തുകൊണ്ട് അതിന് നമുക്ക് ഇച്ചിരി പൈസ ചിലവുണ്ട്, $600 ഒക്കെ ചിലവാകും. പക്ഷേ അവർ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്പെക്ഷൻ മൊത്തം നടത്തും. പ്ലംബിങ്, ലൈറ്റിങ്,
ഇതിൻ്റെ ഹീറ്റിംഗ് യൂണിറ്റ്, ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഇല്ലീഗൽ ഗ്രോത്ത് ഇതിനകത്തുണ്ട്, ഇതിൻ്റെ കാലപ്പഴക്കം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ അത് കണ്ടാൽ നമുക്ക് അറിയാൻ നോക്കും. മിക്കവാറും പഴയ വീടുകളൊക്കെ ആയിരിക്കും ചിലതൊക്കെ. അപ്പോൾ പുതിയ വീടിന് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ പഴയ വീടുകൾക്ക് എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ബിക്കോസ് പെയിൻ്റൊക്കെ അടിച്ച് കണ്ടു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് നല്ല നീറ്റായിരിക്കും, പക്ഷേ നമുക്ക് ഇതിനകത്തെ സംഭവങ്ങൾ എന്തുവാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു $600 കൊടുത്തു. ബിക്കോസ് നമ്മൾ ഇത്രയും ഓൾമോസ്റ്റ് $1 million കൊടുത്തൊരു വീട് മേടിക്കുന്നുണ്ട്. $600 കൊടുത്തൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നതിനകത്ത് നഷ്ടമില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾ എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റൂടെ വെച്ചിട്ട് പുള്ളി ഓഫർ കൊടുത്തിരുന്നെങ്കിൽ ഈ പൈസ പുള്ളിക്ക് തിരിച്ചു കിട്ടിയേനായിരുന്നു. അതെനിക്ക് മനസ്സിലായിടത്തോളം ആ റിയൽറ്റർ പുള്ളിയെ പെടുത്തിയതാണ്. പക്ഷെങ്കിൽ പുള്ളി അതിനകത്ത് ഇപ്പോൾ റിയൽറ്ററിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരെങ്കിലും കാശുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്ക് റിയൽറ്ററിനെ ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണമായിരുന്നു. അത് പുള്ളിയുടെ കുഴപ്പം. അപ്പോൾ ഇങ്ങനെ പക്ഷേ അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പുള്ളി ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളൊരു കാര്യത്തിന് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പൈസയൊക്കെ ഇറക്കിയുള്ളൊരു സംഭവം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ചെയ്യാവൂ. പ്രത്യേകിച്ച് ഇങ്ങനെ വീട് വാങ്ങിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മോർഗേജ് പ്രീ അപ്രൂവൽ പുള്ളി എടുത്തിട്ടില്ല. പിന്നെ ആ വീട് അസസ് ചെയ്തപ്പോൾ അത്രയും വാല്യൂ ഇല്ല. അങ്ങനെയാണ് ഇത് ബാക്ക് ഔട്ട് ആയി പോയത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മോർഗേജ് പ്രീ അപ്രൂവൽ എടുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇൻകം വേണം. ഇൻകം ഉണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് മോർഗേജ് തരത്തുള്ളൂ. സെക്കൻഡ് തിങ്, നമ്മുടെ പേരിൽ അധികം ഡെപ്റ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഡെപ്റ്റാണ് കാർ ലോൺ എന്ന് പറയുന്നത്. കാർ ലോൺ വീട് വാങ്ങിക്കഴിഞ്ഞ് കാർ ലോൺ ഇട്ട് കഴിഞ്ഞാൽ, കാർ ലോൺ ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. അതേസമയം കാർ ലോൺ ഇട്ടിട്ട് വീട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗേജ് അപ്രൂവ് ആകാൻ ബുദ്ധിമുട്ടാകും. വീടിൻ്റെ മോർഗേജ് അപ്രൂവ് ആകാൻ വിഷമമാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട് വാങ്ങിക്കഴിഞ്ഞ് കാർ ലോൺ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ തേർഡ് തിങ്, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽസൊക്കെ നമ്മൾ ഓൺ ടൈമിന് നമ്മൾ പേ ചെയ്യുന്നു, നമുക്ക് ഇൻകം ഉണ്ടാകുന്നു, ലൈക്ക് നമ്മുടെ കാർഡ്സ് ഒന്നും നമ്മൾ മാക്സ് ഔട്ട് ആകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ക്രെഡിറ്റ് സ്കോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാനഡയിൽ ഒരു വലിയൊരു സംഭവം ഫാക്ടറാണ്. കാനഡ മാത്രമല്ല US-ലും ഇപ്പോൾ എനിക്ക് നാട്ടിലും ഉണ്ടെന്ന് തോന്നി ക്രെഡിറ്റ് സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ സിവിൽ സ്കോർ എന്നോ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ പുള്ളി അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യമൊന്നും പറയാനുള്ള എനിക്കും അറിയത്തില്ല സംഗതികളൊന്നും. പക്ഷേ എനിക്ക് അറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. വീട് വാങ്ങിച്ചവരുടെയൊക്കെ അഭിപ്രായം വെച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾ പറയാമെങ്കിൽ ഞാൻ ചെയ്യാം കേസ്. അപ്പോൾ എനിവേസ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ മാസം പൊതുവെ കണ്ടൻറ്റിന് ഇച്ചിരി വിഷമമുള്ള സമയമാണ് കേസ്. കാരണം ഇച്ചിരി ജോലിയൊക്കെ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ടാണ് എനിക്ക് ജാനുവരി ഒരു വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രാവൽ ചെയ്യും. എവിടെ പോകണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് റോബിക്ക ടെക്കി.